ഹരി ഓം. ദശകം 30 വാമനാവതാരം. ശ്ലോകം 1. ശക്രേണ സംയതി ഹതോ വിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സതപചക്രമുഖാദഭീതഃ. പദച്ഛേദം നോക്കാം. ശക്രേണ സംയതി ഹതഃ അപി ബലിഃ മഹാത്മാ. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിത തനുഃ ക്രതു വർദ്ധിത ഊഷ്മാ. ക്രതു വർദ്ധിത ഊഷ്മാ. ക്രതുവർദ്ധിതോഷ്മാ. ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയ നിലീന സുരാം ത്രിലോകീം. വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സഹ തവ ചക്ര മുഖാത് അഭീതഃ. മുഖാത് അഭീതഃ, അതാണ് ചക്രമുഖാദഭീതഃ. ശക്രേണ സംയതി ഹതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സതപചക്രമുഖാദഭീതഃ. ദശകം 30 വാമനാവതാരം. ശ്ലോകം 1 അന്വയവും അർത്ഥവും നോക്കാം. അപ്പം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ എന്താണ് വിവരിച്ചത്? ആ പാലാഴി മഥനം, അമൃതമഥനം ഒക്കെ കഴിഞ്ഞപ്പോൾ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി എന്ന് പറഞ്ഞു. ആ യുദ്ധത്തിൽ ഇന്ദ്രനാൽ ബലി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാലോ ആ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രമഹർഷി മൃതസഞ്ജീവനി കൊടുത്ത് ബലിക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ആ മഹാബലിയുടെ ദിഗ്വിജയമാണ് ഈ 1-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. സംയതി ശക്രേണ ഹതഃ അപി ശുക്രേണ ജീവിതതനുഃ മഹാത്മാ സഹ ബലിഃ. സംയതി ശക്രേണ ഹതഃ അപി. മുമ്പ് ആ അമൃതമഥനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിട്ടും ശുക്രേണ ജീവിതതനുഃ മഹാത്മാ സഹ ബലി. ശുക്രമഹർഷി ജീവൻ കൊടുത്ത ദേഹത്തോടു കൂടിയ ആ മഹാത്മാവായ ബലി ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ. ക്രതുവർദ്ധിതോഷ്മ, ക്രതുവർദ്ധിത ഊഷ്മ എന്ന് വെച്ചാൽ യാഗം ചെയ്ത് ബലം വർദ്ധിപ്പിച്ച് മഹാപരാക്രമിയായിട്ട്, ഒരുപാട് യാഗം ചെയ്ത് ബലമൊക്കെ വർദ്ധിപ്പിച്ച് മഹാപരാക്രമയായിട്ട് തവ ചക്രമുഖാദഭീതഃ. തവ നിന്തിരുവടിയുടെ ചക്രമുഖാത് എന്ന് വെച്ചാൽ ചക്രത്തിൻ്റെ മുമ്പിലും, ആ സുദർശന ചക്രത്തിൻ്റെ മുമ്പിലും അഭീതഃ ഭയമില്ലാത്തവനായി എന്ന് പറഞ്ഞാലോ ഭഗവാനെ പോലും ഭയമില്ലാത്തവനായി. ഭയനിലീന സുരാം ത്രിലോകീം വശേ ചക്രേ. ഭയനിലീന സുരാം എന്ന് വെച്ചാൽ എന്താണെന്ന്, ആ പേടിച്ചൊളിച്ചുപോയ ദേവന്മാരോടു കൂടിയ ത്രിലോകീം, 3 ലോകവും പാട്ടിലാക്കി. അപ്പം ഭയനിലീന സുരാം ത്രിലോകീം വശേ ചക്രേ. അപ്പോൾ പേടിച്ചൊളിച്ചു പോയ ദേവന്മാരോട് കൂടിയ 3 ലോകവും ഈ മഹാബലി പാട്ടിലാക്കി, പിടിച്ചെടുത്തു. ഇതിന് മനസ്സിലാക്കാനുള്ളത് ഈ മൃതസഞ്ജീവനി ശുക്രമഹർഷിയുടെ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ അസുര ഗുരുവായതിനാൽ അതുകൊണ്ടുള്ള ഗുണമുണ്ടായതാർക്കാ? അസുരന്മാർക്കായിപ്പോയി. അപ്പോൾ ഈ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ നിഷ്ഠയോടുകൂടിയ മഹാബലിയും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട വാമനാവതാരത്തിൻ്റെയും കഥയാണ് ഈ ദശകം 30 വാമനാവതാരം. അപ്പം ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ പാലാഴി മഥനത്തിനു ശേഷം ഉണ്ടായിട്ടുള്ള ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ടുവെങ്കിലും മഹാത്മാവായ ആ ബലി
അസുരഗുരുവായ ശുക്രാചാര്യരുടെ മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ജീവിച്ചു വന്നു. അപ്പോൾ പിന്നീട് വിശ്വജിത്ത് എന്ന യാഗം നടത്തിയിട്ട് ഭയങ്കരമായിട്ട് ശക്തിയെ പ്രാപിച്ചു. മാത്രമല്ല ഈ ഭഗവത് ഭക്തനായ പ്രഹ്ലാദനെ അവിടുന്ന് ഭഗവാൻ ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രഹ്ലാദന്, നിന്റെ വംശത്തിൽ ജനിക്കുന്ന യാതൊരുത്തനെയും ഞാൻ നിഗ്രഹിക്കുന്നതല്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രഹ്ലാദൻ്റെ ഫാമിലി അതിൽ പെട്ടതാണല്ലോ മഹാബലി. അപ്പം അതുകൊണ്ടും കൂടെ ആ ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദന് ഭഗവാൻ കൊടുത്തിട്ടുണ്ട ഒരു വരദമായിരുന്നു, നിന്റെ വംശത്തിൽ ജനിക്കുന്ന യാതൊരുത്തനെയും ഞാൻ നിഗ്രഹിക്കുന്നതല്ല എന്ന് അനുഗ്രഹിച്ചിട്ടുള്ളതിനാൽ ഈ മഹാബലിക്ക് അങ്ങയുടെ സുദർശന ചക്രത്തെയും ബലി ഒട്ടും ഭയന്നിരുന്നില്ല. അപ്പം അങ്ങനെ അതിപരാക്രമശാലിയായിരുന്ന ആ മഹാബലി ദേവന്മാരെ മുഴുവനും ഭയപ്പെടുത്തി ആട്ടിപ്പായിച്ച ശേഷം 3 ലോകങ്ങളെയും തൻ്റെ അധീനതയിലാക്കി. ശക്രേണ സംയതിഹതോ ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതഃ.